Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ചാലിയാറിലൂടെ ഒഴുകിവന്ന 20ഓളം മൃതദേഹങ്ങൾ കണ്ടെത്തി പോലീസ് വനം സേനകൾക്ക് വിവരം നൽകിയത് വനവാസികൾ. ദുരന്തം നടന്ന ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് വാണിയംപുഴയിലെ വനവാസികളാണ് ഉരുൾപൊട്ടലിൽ ഒഴുകിയെത്തിയ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ അറിയിച്ചത്. മലവെള്ളപ്പാച്ചിലിൽ ചാലിയാറിന്റെ തീരങ്ങളിൽ അടിഞ്ഞ മീനുകൾ പെറുക്കിയെടുക്കാൻ പോയവരായിരുന്നു മൃതദേഹം കണ്ടത്. തുടർന്ന് ഇവർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലും മലവെള്ളം കയറിയൊഴുകിയ വനമേഖലയിലും തിരച്ചിൽ നടത്തി നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു. കുമ്പളപ്പാറ കോളനിയിൽ നമ്മളാണ് ബോഡി നേരത്തെ കണ്ടെത്തിയത്. കണ്ടെത്തിയിട്ട് നമ്മളെ പോറസാര നമ്പർ പട്ടരെ കിട്ടിയില്ല. അതുകൊണ്ടാണ് നമ്മളെ പോത്തുകൽ പോലീസുകാരെ വിളിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞത്. അതല്ലെങ്കിൽ നമ്മളെ പോത്തുകൽ പോലീസുകാരെ വിളിക്കാതെ കണ്ട് നമ്മളെ പോറസാരെ പിന്നെ കാട്ടാദിവാസികളാണ് കണ്ടെത്തിയത്. പിന്നെ വിളിക്കാൻ പെട്ടെന്ന് അവരെ നമ്പർ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞു. പിന്നെ നമ്മളെ ആൾക്കാർ നമ്മളെ പോറസാരും നമ്മളും അനാഥരായി, നമ്മളും അനാഥരായി. അതല്ലേ കണ്ടെത്തിയത് ബോഡി ഇന്നലെ മാത്രമൊന്നല്ല, പുളയാമെന്ന് പോയി രാത്രി മുതൽ ഞങ്ങൾ കണ്ടെത്തിയതാ. ഒരുപാട് ബോഡികളെ നമ്മളാണ് 25 ബോഡിനെ നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ പോറസാർ നേരത്തെ എത്തി അവിടെ നമ്മളെ കോളനിക്ക്. അങ്ങോട്ട് പോറസാരെ കൊടുത്തില്ല, കോളനിക്കാരെ നമ്മളെയും കൊടുത്തില്ല, പോലീസുകാരെ മാത്രമേ കൊടുത്തു. പോലീസുകാർ നിൽക്കുന്നതൊക്കെ അവരെ കാട്ടിലും തോട്ടിലും അവരെ വാർക്കലല്ലേ നിൽക്കുന്നത്, പോയ അരികിൽ നിൽക്കണ കാട്ടു ആദിവാസികള്. നമ്മളെ പോറസ് കാട്ടിൽ നിൽക്കുന്നുണ്ട്. അവരൊക്കെ അല്ലേ ഞമ്മക്ക് ഇങ്ങോട്ടങ്ങോട്ട് പരിചയപ്പെട്ട് നമ്മൾ ഇങ്ങോട്ടോട്ട് അറിയണത്. പോറസാർ നമ്മളാണ് അറിയണത്. തിങ്കളാഴ്ച പുഴയിൽ കുളിക്കാനിറങ്ങിയ ആദിവാസി യുവാവ് ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കുമ്പളപ്പാറ നഗറിലെ ദേവൻ പുഴയോരത്തെ മണൽത്തിട്ടയിൽ നിന്നും ഒരു കാലും കണ്ടെത്തി. കഴിഞ്ഞ 8 ദിവസമായി നടക്കുന്ന തിരച്ചിലിൽ മൃതദേഹങ്ങൾ കണ്ടെത്തി വിവരങ്ങൾ കൈമാറാൻ ഇരുട്ടുകുത്തി, തരിപ്പപ്പൊട്ടി, വാണിയംപുഴ, കുമ്പളപ്പാറ നഗറുകളിലെ വനവാസികൾ രക്ഷാപ്രവർത്തകരെയും ഉദ്യോഗസ്ഥരെയും വളരെയധികം സഹായിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.